അസ്സലാമു അലൈക്കും. ലെനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ മലപ്പുറത്തൊക്കെ ഓർക്കാപ്പുളി എന്ന് പറയും, ഇരുമ്പമ്പുളി എന്നും പറയും. വേറെ എന്താ പേര് എനിക്കറിയില്ല. അത് ഞാനൊരു കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഒരു വർഷത്തിന് ലിക്വിഡ് ഉണ്ടാക്കാന്ന് കരുതിയാണ്ടാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് എടുത്തത്. അതിനൊരു 30ഓളം ഞാൻ മാറ്റി വെച്ചു, നല്ല മൂത്തത് നോക്കിയിട്ട്. അതെനിക്ക് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതിൻ്റെ ആവശ്യം. ഇപ്പം ഈ ബൗളിക്ക് മാറ്റിയത് മാത്രമേ ഉള്ളൂ ഞാൻ മാറ്റി വെക്കണത്. ബാക്കി ഫുള്ളായിട്ട് ഞാനിത് എടുക്കണുണ്ട്. ഇത് നന്നായി കഴുകിയാണ് മരത്തുമ്മന്ന് പറിച്ച് നിലത്ത് ചാടാത്തത് നോക്കിയിട്ടാണ് ഞാൻ മരത്തുമ്മന്ന് നേരെ ഇട്ടുകാണ്ട് കവറിൽ ഇട്ട് കൊടുന്നതാണ്. എന്നാലും നന്നായി ക്ലീൻ ചെയ്തിക്കണ ഞാൻ. പക്ഷെ ഇതിൻ്റെ കറുപ്പൊന്നും കളഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയിട്ടാണ് ഞാൻ കളയാഞ്ഞത്. കാരണം ഡിഷ് വാഷിനും വേണ്ടിയിട്ടാണല്ലോ ഇത്. അപ്പം പിന്നെ അത് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയാണ്ടാണ് ഞാൻ കറുപ്പൊന്നും കളയാഞ്ഞ്. ഇതിൻ്റെ ഉപയോഗം കണ്ടാൽ നിങ്ങൾ എന്തായാലും ഇത് ഇനി ഇരുമ്പമ്പുളി കളയൂല. മരത്തുമ്മ വെറുതെ ചാടിപ്പോണതാണ്, നമ്മൾ വെറുതെ കളയാണ്. അതുകൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യൂല എന്ന് മാത്രം. ഉണ്ടാവുമ്പോൾ ആവശ്യം ഉണ്ടാവില്ല അറിയാലോ, വെറുതെ കിടന്ന് പോവുകയാരം. ഒരു കുക്കറിലേക്ക് ഞാൻ ഇതൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുക്കർ പറഞ്ഞാൽ 1.5 കിലോ ചോറൊക്കെ വെക്കണ കുക്കറാണ്. വലിയ കുക്കറാണ്. ഇതിൽ കാണുമ്പോൾ വലിയ വലിപ്പമൊന്നും തോന്നൂല. പഴയ കുക്കറാണ് ഇത്. കറകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവാൻ ഞാൻ കറയുള്ള കുക്കർ തന്നെയാണ് നോക്കി എടുത്തിട്ട്. കുക്കർ വേണമെന്നൊന്നുമില്ല. നമ്മൾ പാത്രങ്ങൾ ഏതാ കറ പിടിച്ചത് അതിലൊക്കെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ഫുള്ളായിട്ട് മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കണ ഒരു ഗ്ലാസ് വെള്ളമാണ്. ഇത് ഇനി ഒരു വിസിലടിച്ചണ വരെ ഞാൻ വേവിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു വിസിലടിച്ച് വേവിച്ച് ആവി പോയതിൻ്റെ ശേഷം തണുത്തതിൻ്റെ ശേഷമാണ് ഞാൻ കാണിക്കണത് കേട്ടോ. അപ്പോഴത്തേന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം തന്നെ പാരാതെ തന്നെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. കല്ലുപ്പ് ഞാനൊരു ബൗള് ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു 100 ഉണ്ടാവും എനിക്ക് തോന്നണത്. അത് വേവിക്കണ ടൈമിൽ തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ടൈമിനാണ് ചേർത്തത്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊന്നും കൂട്ടാതെ ഞാൻ വെറും ഓർക്കാപ്പുളി മാത്രമാണ് അടിച്ചെടുക്കണത്. വെള്ളം ചേർത്തിയാൽ പിന്നെ ഒന്നായിട്ട് അടിഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസമാവും ഞാൻ കരുതിയിട്ടാണ്. ഇതിൽ ഓർക്കാപ്പുളി തന്നെ വെള്ളമാണല്ലോ. പാത്രത്തിലേക്ക് മാറ്റാം. അതും കറല്ല ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റണത്. ഇത് അരിച്ചെടുക്കണമൊന്നുമില്ല. അരിച്ചെടുക്കേണ്ടവർക്ക് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുക്കണമൊന്നുമില്ല. ഇപ്പം 2ാം തവണ അടിച്ചെടുത്തു. ഇതേപോലെ 4 തവണ ഞാൻ മിക്സിൻ്റെ ജാറിൽ ഫുള്ളായിട്ട് അടിച്ചെടുത്തു. ഇതിലില്ല വെള്ളം കൂടി ചേർക്കാതെയാണ് അത് അടിച്ചെടുക്കണം. എന്നിട്ടും കണ്ടില്ലേ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പ്രാവശ്യം പച്ചവെള്ളം നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം ഉപയോഗിക്കേണ്ടത് 1 മാസം കൊണ്ട് തന്നെ കേട് വരും. ഇതൊരു വർഷം പാത്തിച്ചാലും ഒരു കേടും വരില്ല. ഞാൻ ഇതിൻ്റെ വെള്ളം അരിച്ചുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പസോഡ അറിയാലോ. അപ്പസോഡ ഞാനിവിടെ കുറേ മുന്നേ കൊടുന്ന് വെച്ച് എക്സ്പയർ ആയതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കയ്യിലുള്ളത് ഏതാന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. എക്സ്പയർ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തുക്കണം. ഇനി ഒരു ബൗള് സുർക്ക വിനാഗിർ അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആകെ കൂടല്ല ചിലവ് ഇപ്പോൾ ഇതാണ്. വിനാഗറും ഒരു അപ്പസോഡൻ്റെയും കുറച്ച് കല്ലുപ്പിൻ്റെയും ചിലവ് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാം. പാത്രം വെട്ടിത്തിളങ്ങും പറഞ്ഞാൽ നല്ല വെട്ടിത്തിളങ്ങും. അത് ഞാൻ കാണിച്ചു തരാം. പാത്രം കഴുകുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളെ സിങ്കാണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും ബാത്റൂമിലുള്ള ടൈലുകൾ ചുമരുകളൊക്കെ ചിലർക്ക് കറ പിടിച്ച് കിടക്കണ ഞാൻ കണ്ടിരിക്കണം. അതിനൊക്കെ അത് നല്ലൊരു സൊല്യൂഷനാണ്. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് വിനാഗിരി ഒഴിച്ചല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുത്ത് ഇനി ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഇതേപോലെ തന്നെ ഞാൻ
നാരങ്ങത്തൊലി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു. ചെറുനാരങ്ങൻ്റെ തൊലിയായിട്ട് ലിക്വിഡ് ഉണ്ടാക്കി. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളൂ. അതും തന്നെ നല്ല യൂസ്ഫുൾ ആവും. അതേപോലെ ഉണ്ടാക്കിയെടുക്കണേ. ഇപ്പം നാരങ്ങത്തൊലിയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയതാ. ഏതായാലും വെറുതെ കേടന്ന് പോവുകയാണല്ലോ എഴുതിയാണ്ട്. ഇനി ഒരു വർഷത്തിന് ഇനി നാരങ്ങൻ്റെ തൊലിയും ഓർക്കപ്പുളിയും ഒന്നും വേണ്ട എനിക്ക്. കാരണം ഇതന്നെ ഉണ്ടാവും ഒരു വർഷത്തിനുള്ളത്. ഇത് അരിച്ച് ചേർക്കണ ഒരു നിർബന്ധമല്ല. കാരണം ഞാൻ പാത്രം കഴിക്കണ അടിയിൽ ഇത് തടയാനോ ഒന്നുമില്ല. മിക്സിയിൽ അടിച്ച് നന്നായി അരിഞ്ഞതാണല്ലോ. അപ്പം പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് എടുത്താൽ മതി. നല്ല കട്ടിക്ക് തന്നെയാണ് ഇത് നിൽക്കുന്നത്. വെള്ളം ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. നാരങ്ങൻ്റെ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കി നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അതും തന്നെ നല്ല യൂസ്ഫുൾ ആയിന് എനിക്ക് കേട്ടോ. അതിപ്പോൾ കഴിയാനായപ്പോഴാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുക വിമ്മ് അതൊക്കെ നമ്മൾക്ക് പാത്രത്തിലാവുമ്പോൾ വയറിന് പല അസ്വസ്ഥതകളും ഉണ്ടാവും. കേക്ക് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ. ഇതാവുമ്പോൾ നമുക്കൊരു പേടിയും പേടിക്കേണ്ടല്ല. ഇത് നല്ല ഇത് വേറെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയണേക്കെ. എനിക്കറിയില്ല, അത്രത്തോളം ഒന്നും അറിയില്ല. പറയണത് കേട്ടിട്ടുള്ളൂ. അതേമാതിരിക്ക് ലൈം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വയറിലാകുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കരുതി വയറ്റിലാക്കണം എന്നല്ല പറയണത് കേട്ടോ. കഴുകി നന്നായി ക്ലീൻ ചെയ്യണം. എന്നാലേ ഉള്ളൂ നമ്മളെ പാത്രത്തിലത്തെ ബാക്ടീരിയകളും എല്ലാം നശിപ്പിക്കും ഇത്. അത്രക്കും നല്ല ഒരു സൊല്യൂഷനാണ്. ഇപ്പം ഈ 3 ബോട്ടിലും എനിക്ക് കിട്ടിയതാണ്. ഇനി പാത്രം കഴുകാനിൽ കുറച്ച് ബാലൻസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാത്രം കഴുകി ഞാൻ കാണിച്ചു തരാം. എൻ്റെ പാത്രങ്ങളൊന്നും വല്ലാതെ കറകൾ പിടിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതുവരെ നാരങ്ങൻ്റെ ലിക്വിഡാണ് ചേർത്തിരുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വിമ്മ് ചേർക്കുന്നുണ്ട്. ചേർക്കണ ഒരു നിർബന്ധമല്ല. പതവാണെങ്കിൽ ഇത് പതക്കാനായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഒരു 2 തുള്ളി മാത്രം ചേർത്തിട്ടുള്ളൂ. അതില്ലാതെ തന്നെ വെറും ഇതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആവും. നല്ല തിളക്കം കിട്ടും ചെയ്യും. പുതിയ പാത്രത്തിൻ്റെ പോലെ തന്നെ നിൽക്കും. മിക്സിൻ്റെ ജാറൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതിലൊക്കെ ബാക്ടീരിയകൾ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനും ഒക്കെ സഹായിക്കും ഇത്. ബൈക്കിൻ്റെ സൈലൻസർ ഉണ്ടല്ലോ, അത് കറുത്ത് പോയി ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ട് അത് നല്ല തിളക്കം കിട്ടിയിരിക്കണ്. അതിൻ്റെയും എഫക്റ്റ് കണ്ടിട്ടാണ് ഞാനിത് വീഡിയോയിൽ കാണിക്കണത്. ഇതെല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എഴുതിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കണത്. അത്രക്കും നല്ല ഒരു ഡിഷ് വാഷ് തന്നെയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് പാത്രം കഴുകാൻ മാത്രമല്ല നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക. ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ, വാഷ് ബേസ്, സിങ്ക് അതൊക്കെ നമുക്ക് നന്നായി കഴുകാം. അതിന് പിന്നെ നമുക്ക് ഹാർബിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹാർബിറ്റൊന്നും പിന്നെ വാങ്ങണമെന്നൊന്നുമില്ല. ഇതുകൊണ്ട് ഒരു ഉപകാരങ്ങൾ മാത്രമല്ല, പല ഉപകാരങ്ങളും ഉണ്ട്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ഉപകാരമായിക്കോട്ടെ. എല്ലാവർക്കും അറിയാത്തത് ഉണ്ടാവും. കുറേ ആൾക്കാർക്ക് അറിയാത്തതാവും, കുറേ ആൾക്കാർക്ക് അറിയുന്നതൊക്കെ ഉണ്ടാവും. എന്നാലും ഇത് അറിയാത്തവർക്ക് നല്ലൊരു ഉപകാരമായിരിക്കുമല്ലോ. ഇപ്പോൾ കുക്കറിൻ്റെ ഇത് വന്നിടത്തൊക്കെ വെച്ച ഇരുമ്പമ്പുളി തട്ടിയ സ്ഥലമൊക്കെ നന്നായി ക്ലീൻ ആക്കിയിരുന്നു. അവിടെ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മേലോടും ഞാനൊരു കമ്പിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് വരച്ച് കഴുകിയതാണ്. ഇപ്പോൾ പാട്ടൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചായ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ചോത്തണ്. അപ്പോൾ അതും തന്നെ നന്നായി തിളങ്ങണുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കഴുകുമ്പോൾ കാണിച്ചു തരാം. നല്ല ക്ലീൻ ഉണ്ട്. സിങ്കിലൊന്നും കറ പിടിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് കഴുകൽ. അതുകൊണ്ടാണ് കറ പിടിക്കാത്തത്. മിക്ക ആൾക്കാരെ സിങ്കും ഞാൻ കണ്ടുകണ് നിറം വെക്കണില്ല, എന്താണാവോ എത്ര കഴുകിയിട്ടും ക്ലീൻ ആവണില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. നമ്മളെ സിങ്കിനോ പാത്രത്തിനോ എത്ര പഴക്കം ഉണ്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഈ കഴുകണ സമയത്ത് ഇതുകൊണ്ട് കഴുകിയാൽ എപ്പോഴും പുതിയതായിട്ട് തന്നെ നിൽക്കും.
ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ പറയുന്നത് പോലെ തന്നെ ചെയ്തെടുക്കണം, എന്നാലുള്ളൂ അത്ര എഫക്റ്റ് കിട്ടുക. ഈ ഓർക്കാപ്പുളി നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വെറുതെ ഒന്നിച്ചുണ്ടാവും. അത് വെറുതെ തൊടുവിൽ ചീഞ്ഞ് കൊതുകും ഈച്ചയും ഒക്കെ ആയിട്ട് കേടുവന്ന് പോവുകയാണ്. ആ സമയം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉപകാരം ആയിരിക്കും. കൊതുകിനും ഈച്ചക്കൊന്നും വരാനും തന്നെ പറ്റൂല. ഇപ്പോൾ കണ്ടോ, കുക്കറിൻ്റെ കളർ തന്നെ എന്താ കളറ്, പഴയൊരു കുക്കറാണിത്. വീഡിയോയിൽ അത്ര തിളക്കം കാണുന്നില്ല, അതിലും കൂടുതൽ തിളക്കമുണ്ട്. മിക്സിൻ്റെ ജാറും തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ബ്ലേഡുകളൊക്കെ മൂർച്ചം കൂട്ടാനും എല്ലാത്തിനും സഹായിക്കും ഇത്. ചില ടോയ്ലറ്റുകൾ ഹാർബിറ്റ് ഉപയോഗിച്ച് കഴുകിയാലും ഏത് ഉപയോഗിച്ച് കഴുകിയാലും ക്ലീൻ ആവാത്തതുണ്ട്. അതൊക്കെ ഇതായിട്ട് ചെയ്ത് കണ്ട് ഒരു 5 മിനിറ്റ് വെച്ച് നല്ലോണം ബ്രഷ് ചെയ്താൽ തന്നെ നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങും. ഞാൻ സിങ്ക് വരച്ച് കാണിച്ചു തരാം. സിങ്കും തന്നെ നല്ല ക്ലീനാണ്. കറകളൊന്നും പിടിച്ചിട്ടില്ല സിങ്കുമേൽ, പക്ഷേ ഒന്നുകൂടി തിളക്കം വരും ഇതൊന്ന് കഴുകി. എണ്ണമയം എന്തുണ്ടെങ്കിലും പെട്ടെന്ന് പോയി അത് നല്ല ക്ലീനാവും. സിങ്കിൻ്റെ അവിടെ ചുമരുമ്മ ടൈലൊക്കെ ചിലത് ചളി പിടിച്ച് പോവാതെയൊക്കെ നിൽക്കുന്നുണ്ടാവും. അതിനൊക്കെ അത് നല്ലൊരു സൊല്യൂഷനാണ്. ഇത് നമ്മൾ വെറുതെ വീട്ടിൽ കൊതുക് ഈച്ചി ആർത്തുകാണ്ട് തൊടുവിൽ മരത്തുമെന്ന് ചീഞ്ഞ് ചാടിപ്പോവലാണ് ശരിക്ക്. ആ സമയം കൊണ്ട് ഇതൊക്കെ ലിക്വിഡാക്കി മാറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും. കൊതുകിനും ഈച്ചക്കും വരാനും പറ്റൂല. അതേപോലെ തന്നെ ഞാൻ ഈച്ചക്കില്ല കൊതുകിനുള്ളതും മരുന്ന് ഉണ്ടാക്കി ഞാൻ വീഡിയോ ഇട്ടീനു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ഉണ്ടാക്കി നോക്കി. അത് നല്ല പ്രയോജനപ്പെടും കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ ആയില്ലേ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു മരുന്ന് തന്നെയാണത്. ചെറിയൊരു സിമ്പിളായിട്ട് കുട്ടികൾ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഉപകാരപ്പെടും. അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ആ വീഡിയോ കണ്ടതിൻ്റെ ശേഷം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഈച്ച വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യാറാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരിസരത്ത് പോലും ഈച്ച ഉണ്ടാവലില്ല. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോക്കുമായി കാണാം. ബൈ.